ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിക്കും ദൈവത്തിൻ്റെ കരുണ കൂടാതെ പരിശുദ്ധ കുർബാന എന്ന മഹാസാഗരത്തെ, സത്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതൊരു വലിയ നിധിയാണ്. പരിശുദ്ധ കുർബാന എന്നത് മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ, മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു വലിയ നിധി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക്, ആത്മാവിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവെ, നിന്റെ കരുണ എന്നിലേക്ക് ഒഴുക്കണമേ, നിന്റെ സ്നേഹം എന്നിലേക്ക് ഒഴുക്കണമേ. ഈ പരിശുദ്ധ കുർബാന എന്ന മഹാസാഗരം വെളിപ്പെടാൻ, എൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ, എൻ്റെ ആത്മാവിന് പോഷണമായി മാറാൻ, എൻ്റെ ശരീരത്തെ ബലപ്പെടുത്താൻ തക്ക വിധത്തിൽ കർത്താവെ, ഈ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ ജീവൻ്റെ വചനത്തെക്കുറിച്ച് കേട്ടവരാണ്. കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിൽ മുഴുവൻ വചനം പ്രസംഗിച്ച് ഒരുപാട് പേരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം ശരിക്കും ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു വലിയ ഫലമാണ് ശരിക്കും യൂക്രിസ്റ്റിക് നവീകരണം. ഒരിക്കലും സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ തൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം സെന്റ് അഗസ്റ്റിന് ഒരു ദർശനം കൊടുത്തു. അതിങ്ങനെയാ: തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നീ ശ്രമിക്കുന്നതോടൊപ്പം നീ ദർശനം കൂടി ഒന്ന് വിലയിരുത്തുക. ഒരു കൊച്ചു കുഞ്ഞ് കടൽ തീരത്തിരുന്ന് ഒരു കൊച്ചു തവി കൊണ്ട് വെള്ളം വാരി കടലിനെ വറ്റിക്കാനായിട്ട്, വെള്ളം കോരി കടലിനെ വറ്റിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ശ്രമമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന മഹാരഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളോട് ഇങ്ങനെ പറയുക: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം: കർത്താവേ, നിന്റെ കരുണയുടെ കുത്തൊഴുക്ക് എന്നിലേക്ക് പ്രവഹിക്കട്ടെ. നിന്റെ കരുണയാൽ ഈ പരിശുദ്ധ കുർബാനയാകുന്ന മഹാസാഗരത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. കാരണം സഭയിൽ മറഞ്ഞിരിക്കുന്ന നിധി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ് സഭ നിലനിൽക്കുക. പള്ളി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. പൗരോഹിത്യം പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. സന്യാസം പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. സഭയുടെ ആത്യന്തികമായിട്ടുള്ള നിലനിൽപ്പ് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാതെ സഭയെ സ്നേഹിക്കാൻ പറ്റൂല. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാതെ പൗരോഹിത്യത്തെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ബദ്ധശ്രദ്ധരാകേണ്ട ഒരേ ഒരു കാര്യം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, വിശ്വസിക്കുക, ആരാധിക്കുക എന്ന ചിന്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വിചിന്തന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ്, ഈ വചന വിചിന്തനം ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പരിശുദ്ധ കുർബാനയെ ആകുന്ന മഹാരഹസ്യത്തെ വിശ്വസിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും എന്നെ പഠിപ്പിക്കണമേ. അതിനുള്ള കൃപ എനിക്ക് തരണമേ. അതിനുള്ള അനോയിന്റിങ് എനിക്ക് തരണമേ. പരിശുദ്ധ കുർബാനയിൽ പ്രവഹിക്കുന്ന സ്നേഹത്തെ ആഴത്തിൽ അനുഭവിച്ചറിയാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്താ ഈ അച്ഛൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്ന്. പറയും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനായിട്ട് തോന്നുക, ശരിക്കും പരിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ മാറണം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൊച്ചു കുഞ്ഞും ഏത് പ്രായമായ ചേട്ടനും പറയാൻ പറ്റണം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് പരിശുദ്ധ കുർബാനയാണ്. കാരണം വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം മുഴുവൻ ഒരു വ്യക്തിയാകുന്ന ക്രിസ്തുവിൽ സന്നിവേശിപ്പിച്ച് അത് ആ മഹാരഹസ്യം പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ നാവിൻ തുമ്പിലെത്തുമ്പോൾ നമുക്കെങ്ങനെ വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ മാറണം.
നമ്മളെല്ലാവരും സൗഹൃദത്തിന് വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്നവരാണ്. സൗഹൃദത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാരാ ഉള്ളത്? അല്ലേ? ചേട്ടന്മാരും ചേച്ചിമാരും പിള്ളേരും ഒക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മൾ ശ്രമിക്കുന്നത് സൗഹൃദത്തിന് വേണ്ടിയുള്ള തിരയലാണ്. നല്ല സൗഹൃദത്തെ എങ്ങനെ നേടിയെടുക്കാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ തിരയുന്ന ഒരേ ഒരു കാര്യം നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ആയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുക. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ശരിക്കും സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുണ്ട്. അപ്പം നമ്മൾ ഈ ദാഹത്തെ എങ്ങനെ ശമിപ്പിക്കാം? ആരിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും? ആരുടെ അടുക്കലേക്ക് പോയാൽ എനിക്ക് ആശ്വാസം ലഭിക്കും? ആരെന്നെ കേൾക്കും? ആരെന്നെ ഒന്ന് മനസ്സിലാക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ശരിക്കും ഇങ്ങനെ സൗഹൃദത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ശരിക്കും മനുഷ്യനെ തെരഞ്ഞുകൊണ്ട് കാര്യമില്ല. മനുഷ്യനെ തെരഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യൻ പെരീഷബിളാണ്. മനുഷ്യൻ ഏത് സമയം നശിച്ചു പോകുന്ന യാഥാർത്ഥ്യമാണ്. അവൻ്റെ സൗഹൃദത്തിൽ, അവൻ്റെ സ്വഭാവത്തിൽ ഒക്കെ മാറ്റം വരും. അതുകൊണ്ട് മാറ്റം വരാത്ത ഒരേ ഒരു യാഥാർത്ഥ്യം അത് പരിശുദ്ധ കുർബാനയാണ്. കാരണം നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്ന ഏക യാഥാർത്ഥ്യം പരിശുദ്ധ കുർബാന. കാരണം എന്നാ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000 വർഷങ്ങൾ ഈ സഭയിൽ പരിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച വ്യക്തികൾ ആരും തകർന്നു പോയിട്ടില്ല. ആ വിശ്വാസമാണ് നമ്മുടെ മുൻപിലേക്ക് കൈമാറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പെരീഷബിളാകാതെ നശിച്ചു പോകാത്ത യാഥാർത്ഥ്യം പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് നീ പരിശുദ്ധ കുർബാനയുടെ ഒരു നല്ല ചങ്ങായിയായിട്ട് മാറുക, പരിശുദ്ധ കുർബാനയുടെ ഒരു നല്ല കൂട്ടുകാരനായിട്ട് മാറുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സമയം ചിന്തിക്കാനായിട്ട് പോവുക. ഈ സമയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മാത്രം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യം ഇതാ, മനുഷ്യന് സ്നേഹമുണ്ട്, അവന് സ്നേഹമുണ്ട്. ആ പറച്ചിലിൽ തന്നെ ഒരു കാര്യം മറഞ്ഞിരിപ്പുണ്ട്. കാരണം എന്നാ, അവന് സ്നേഹമുണ്ട്, പക്ഷെ അത് ഏത് സമയം മാറ്റപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏത് സമയവും അവൻ്റെ സ്നേഹം പോയി മറയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ വാക്കിൽ തന്നെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന അങ്ങനെയല്ല. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. കാരണം ഇത് പറയുന്നതിൻ്റെ പിന്നിൽ, യോഹന്നാൻ്റെ പിന്നിൽ ഒരു കഥ മറഞ്ഞിരിപ്പുണ്ട്. യോഹന്നാൻ ഇത് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ചങ്കിനോട് ചേർന്ന് കിടന്ന് ക്രിസ്തുവിൻ്റെ ചങ്കിടിപ്പ് മനസ്സിലാക്കിയ യോഹന്നാന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവൻ്റെ ചങ്കിടിപ്പിൻ്റെ താളം അത് സ്നേഹത്തിൻ്റെ താളമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ ലേഖനങ്ങളിലും യോഹന്നാൻ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. യോഹന്നാൻ പറയുന്ന ഒരു പുതിയ പ്രമാണം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരേ ഒരു കാര്യം, ദൈവം സ്നേഹമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന് വേണ്ടി നമ്മളിങ്ങനെ യാചിച്ച് നടന്നിട്ട് കാര്യമില്ല. മറിച്ച് ഈ യഥാർത്ഥ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ യഥാർത്ഥത്തിലുള്ള സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റില്ല. ഒരു മനുഷ്യനും നമ്മളെ പരിപൂർണമായിട്ട് സംതൃപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സ്നേഹങ്ങൾക്ക് വേണ്ടി മുഴുവൻ പരക്കം പാഞ്ഞുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനായ മഹാനായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു, വിശുദ്ധ അഗസ്റ്റിൻ. ഈ വിശുദ്ധ അഗസ്റ്റിൻ യഥാർത്ഥ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവാകുന്ന യഥാർത്ഥ സ്നേഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അഗസ്റ്റിൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്രയോ കഷ്ടമായി പോകുമായിരുന്നു. അപ്പൊ വിശുദ്ധ അഗസ്റ്റിൻ നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാ: ഈ ലോകത്തിലെ സ്നേഹത്തിന് വേണ്ടി പരക്കം പാഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന പരിശുദ്ധ കുർബാനയാകുന്ന സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട യാഥാർത്ഥ്യം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ നാളുകളിൽ ഒരു യൂത്ത് 2 പിള്ളേരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഞങ്ങൾ 4 വർഷം ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഞങ്ങളുടെ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വന്നു. അപ്പം ഞാൻ ഒരിക്കൽ ഇവളോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇവക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് മാറി. ഇവള് പറഞ്ഞു, ഇനി മേലെ അങ്ങനെ ചോദിച്ചാക്കരുത്. അന്ന ബന്ധത്തിന് കർട്ടൻ വീഴുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് വേണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം, പേടി കൂടാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരേ ഒരു സ്ഥലം, സത്യമായിട്ടും ദൈവം സന്നിഹിതമായിരിക്കുന്ന, ദൈവം നിനക്ക് വേണ്ടി നിന്നെ കാത്തിരിക്കുന്ന, നിനക്ക് വേണ്ടി മാത്രം നിന്നെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളെ ദൈവം സ്നേഹിക്കുന്നില്ല.
അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം നിരാശയിലും നൈരാശ്യത്തിലും ബുദ്ധിമുട്ടിലും ക്ലേശങ്ങളിലും ആയിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്നേഹത്തിൻ്റെ ഉറവിടം അത് പരിശുദ്ധ കുർബാനയാണ്. സ്നേഹത്തിൻ്റെ ഉറവിടം പരിശുദ്ധ കുർബാനയാണ്. ഇപ്പം നമുക്ക് ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. അല്ലെ നമുക്ക് ബലം പിടിച്ച് ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ദൈവമില്ലാത്ത ഒരു ബന്ധവും, പരിശുദ്ധ കുർബാനയുടെ സ്നേഹം ഒഴുകാത്ത ഒരു ബന്ധവും നിലനിൽക്കില്ല. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അരുവികളിൽ നിന്ന് ജലമൊഴുകി പുഴയിലെത്തുന്നില്ലെങ്കിൽ പുഴ വറ്റി വരണ്ടു പോകും. സ്നേഹം വരുന്ന സോഴ്സിനോട് നമ്മൾ ചേർന്ന് നിൽക്കാത്തിടത്തോളം കാലം നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ഈ പരിശുദ്ധ സ്നേഹത്തിൻ്റെ കൂദാശയായ പരിശുദ്ധ കുർബാനയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. പരിശുദ്ധ കുർബാനയെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്നേഹിക്കണം. അപ്പോൾ പരിശുദ്ധ കുർബാനയെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്നേഹിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താ? നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റില്ല. ബലം പിടിച്ച് ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. ബലം പിടിച്ച് ഒരാളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിനക്ക് സ്നേഹം വേണോ, നീ പരിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങണം. വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിത്തിസ് എന്ന് പറഞ്ഞ് ഈ നാളുകളിൽ വിശുദ്ധനായ ഒരു പുണ്യാത്മാവുണ്ട്. 17 വയസ്സ് വരെ മാത്രം ജീവിച്ച് കമ്പ്യൂട്ടർ വിശുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന കാർലോസ്, ടീഷർട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കമ്പ്യൂട്ടറൊക്കെ പിടിച്ച് അങ്ങനെ സുവിശേഷവൽക്ക യൂക്രിസ്റ്റിക് ഇവാഞ്ചലൈസേഷന് വേണ്ടി ജീവിതത്തെ മുഴുവൻ കൊടുത്ത ഈ 17 വയസ്സുകാരനായ ബാലൻ, അവൻ എപ്പോഴും പരിശുദ്ധ കുർബാനയെ തൻ്റെ കൂട്ടുകാരനായിട്ട് കണ്ടിരുന്നു. ഹു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർലോസ് അക്വിത്തിസ് പറയും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദിവ്യകാരുണ്യ ഈശോയാണ്. കാരണം ഈശോയ്ക്ക് എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് യൂറോപ്പിൽ ഒക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നിട്ട് പോലും ഈശോയേക്കാൾ അധികം ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് കാർലോസ് മുതിർന്നില്ല. പക്ഷെ കാർലോസിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, കാർലോസിന്റെ സ്നേഹത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ലോകം മുഴുവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർലോസ് പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും പങ്കെടുക്കും. പരിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ട് കാർലോസ് ശരിക്കും ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ വഴിവക്കത്ത് കാണുന്ന യാചകരെയൊക്കെ ചേർത്ത് പിടിക്കാൻ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ, അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ കാർലോസിനെ എപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പരിശുദ്ധ കുർബാനയോടുള്ള അണുവിടാത്ത സ്നേഹമായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെലവഴിച്ച സമയമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സോഴ്സിനോട് ചേർന്നിരിക്കണം. കുടുംബജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അംശം കുറയുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, ഞാൻ പരിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങണം. പരിശുദ്ധ കുർബാന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്നേഹിക്കണം. പരിശുദ്ധ കുർബാന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറുമ്പോൾ, എൻ്റെ ബെസ്റ്റ് സ്നേഹിതനായി മാറുമ്പോൾ, ഈശോ എൻ്റെ ബെസ്റ്റ് സ്നേഹിതനായി മാറുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇരുള് അടഞ്ഞ കാര്യങ്ങൾ കെട്ടുപോകും. മറിച്ച് പ്രകാശത്തിലേക്ക് നടക്കാനായിട്ട് എനിക്ക് പറ്റും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഹൂ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവർ, ഓരോ ക്രിസ്ത്യാനിയും പറയേണ്ടത് യൂക്രിസ്റ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പരിശുദ്ധ കുർബാനയാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. പരിശുദ്ധ കുർബാനയ്ക്ക് പകരം വെക്കാൻ പരിശുദ്ധ കുർബാന മാത്രം എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 146-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്: രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വെക്കരുത്, അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യനെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് എന്തു വന്നാലും അത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുള്ളൂ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് അതിന് കള്ളും കഞ്ചാവും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം ബന്ധനമായിട്ട് നാശത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തേത് മനുഷ്യനെ ആശ്രയിക്കുക എന്നുള്ള നമ്മുടെ ഒരു ചോദന. രണ്ടാമത്തെ നമ്മളൊക്കെ പുറകെ പോകുന്നത് സ്ഥാനമാനങ്ങളുടെ പുറകെ പോകും. ഇച്ചിരി പിടിപാടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലതാണ്, അവരുടെയൊക്കെ കൂടെ കൂടിയാൽ ഞാൻ രക്ഷപ്പെടും. ഇച്ചിരി പിടിപാടുള്ള സമൂഹത്തിൽ ഇച്ചിരി ഉന്നത സ്ഥാനമൊക്കെ വഹിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടിയാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകും
അതുകൊണ്ട് അവനെ ഒന്ന് പിടിച്ചു നിന്നാൽ, അവനോടൊന്ന് ചേർന്ന് നിന്നാൽ ഞാനെന്ത് വലിയവനായി, അല്ലേ? 100 പൂജ്യം ചേരുമ്പോൾ 1000 എന്ന് പറയുന്നത് പോലെ നമുക്ക് അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വരാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരൊറ്റ കാര്യമേ എനിക്ക് ഈ വചനം നമ്മളോട് പറയുന്നുള്ളൂ. പരിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ലോകം മുഴുവൻ സൃഷ്ടിച്ച, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന, ഓരോ നിമിഷവും ഓരോ ശ്വാസവും നിനക്ക് നൽകുന്ന, നിന്നെ പരിപാലിക്കുന്ന നിന്റെ ദൈവത്തെ, പരിശുദ്ധ കുർബാനയിലെ ഈശോയെ തള്ളിക്കളഞ്ഞിട്ട് നിനക്ക് എങ്ങോട്ട് പോകാനായിട്ട് പറ്റും? നിനക്ക് എങ്ങോട്ട് പോകാനായിട്ട് പറ്റും? അതുകൊണ്ട് ഏറ്റവും വലിയ പിടിപാട് എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലെ പിടിപാടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിതനായിട്ട് കരുതുക, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക എന്നുള്ളതാ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 8 വാക്യം ഇങ്ങനെ പറയും: മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം പ്രാപിക്കുന്നതാണ് നല്ലത്. നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുമ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ ധൂർത്തപുത്രനെ നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ ശരിക്കും എല്ലാം സൗഹൃദം തേടി സൗഹൃദത്തിലൂടെ നശിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറി പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മളൊരിക്കലും പ്രായമായ ആൾക്കാർ ഓടുന്നത് അധികം കണ്ടിട്ടില്ല. പ്രായമായ ആൾക്കാർ ഓടുന്നത് ഞാനധികം കണ്ടു. അവർ പയ്യെ സാവധാനം നടന്നങ്ങ് പോകും. പക്ഷേ ഈ ധൂർത്തപുത്രനെ കാത്തു നിൽക്കുന്ന പിതാവ്, അവന് നരച്ച താടിയുമായി ഒരു 75-80 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ഈ ധൂർത്തപുത്രന്റെ മടങ്ങി വരവില് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നാ വചനം പറയുക. അപ്പൊ ഈശോ ഇതാ പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ഇതാ, നീ എവിടെയായിരുന്നു, എന്തായിരുന്നു, നീ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. പക്ഷെ നീ മാനസാന്തരത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങാനായിട്ട് തയ്യാറാണെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, നിനക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ഉത്തമ സ്നേഹിതനായിട്ട് മാറാനായിട്ട് പറ്റും. അതുകൊണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്ന് പറയുക, ക്രിസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ എല്ലാ ഭാവങ്ങളും പരിശുദ്ധ കുർബാനയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു പയ്യൻ. അവനെ മരിച്ചു. ഒരുപാട് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ പ്രേമഗീതമാവൻ യേശു നായക എന്നൊക്കെ പറയുന്ന വളരെ ടച്ചിങ് ആയിട്ടുള്ള പാട്ട് ഈ ചിക്കു കുര്യാക്കോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കു കുര്യാക്കോസിന് ഡിഗ്രി ഒക്കെ പഠിച്ച് തുടങ്ങുന്ന സമയങ്ങളിൽ ക്യാൻസർ വന്നു. അങ്ങനെ തിരുവനന്തപുരം RCCയിൽ പല പ്രാവശ്യം പോയി ട്രീറ്റ്മെന്റിന് വിധേയമായി. അപ്പോൾ ചില വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വന്ന് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കോപമാണ്. ചിലർ വന്ന് പറഞ്ഞു, ഇത് നിന്റെ ന്യായവിധി ദൈവദാസന്റെ ഭവനത്തിൽ ആരംഭിച്ചിരിക്കുന്നതാ എന്ന് മറ്റു ചില വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു. അപ്പൊ ശരിക്കും മരിക്കാൻ കിടക്കുന്ന ആൾക്കാരോട് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവരെ സാന്ത്വനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ അവരെ ബലപ്പെടുന്ന വർത്തമാനങ്ങൾ പറയുക, നമ്മൾ അവരെ രോഗിയായിട്ട് ചിത്രീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പം, പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗികളുടെ കയ്യിലേക്ക് നമ്മളിങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്ത്, ഇന്നയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു, ഇങ്ങനെ മെസ്സേജ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ, അത് കോവിഡ് രോഗികളെ സംബന്ധിച്ച് അവരറിയുമ്പോൾ അവർക്ക് അല്പം കൂടി വിഷമമാകുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ക്രിസ്തു അതാ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. ക്രിസ്തു അതാണ് ഒരു തരത്തിലും നെഗറ്റീവായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രസരിപ്പിക്കാൻ ഈശോ അനുവദിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പൊ അങ്ങനെ ചിക്കു കുര്യാക്കോസ് എന്ത് ചെയ്തു? രാവിലെ വന്ന് ഇവരിങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയി. അപ്പൊ രാത്രിയിൽ ചിക്കു കുര്യാക്കോസിന് ഭയങ്കര, ക്യാൻസറിനേക്കാൾ വലിയ വേദന ഇങ്ങനെയുള്ള വാക്കുകളാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ, നമ്മളെല്ലാം മറക്കും, ചില വേദനകളൊക്കെ നമ്മൾ മറക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ, അതിന് ശരിക്കും നമ്മളെ കുത്തി നോവിക്കുന്ന കണാരയെക്കാളും വലിയ വേദന നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ അത് കർത്താവിൻ്റെ കൃപ, പരിശുദ്ധ കുർബാനയുടെ സൗഖ്യം ഒഴുകി ഇറങ്ങാതെ അത് പരിപൂർണമായിട്ട് സൗഖ്യപ്പെടില്ല എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ചിക്കു കുര്യാക്കോസ് രാത്രിയിൽ എഴുന്നേറ്റിരുന്നിട്ട് ബൈബിൾ മുഴുവൻ അരിച്ചു പറക്കി വായിച്ചു. വായിച്ചപ്പോൾ ചിക്കു കുര്യാക്കോസ് കണ്ടൊരു കാര്യം, ഒരു സ്ഥലത്തും ആരെയും കുറ്റപ്പെടുത്താത്ത ദൈവം. ഈശോ ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല.
തൻ്റെ അടുക്കലേക്ക് വന്ന ചുങ്കക്കാരനെയും പാവിയെയും പാപിനിയായ മറിയത്തെയും സക്കേവൂസിനെയും പത്രോസിനെയും യൂദാസിനെ പോലും ചേർത്ത് നിർത്താൻ, സ്നേഹിതനാക്കാൻ ആഗ്രഹിച്ച ദൈവഭാവമാണ് പരിശുദ്ധ കുർബാനയിൽ വെളിപ്പെടുക. അപ്പോൾ ചിക്കു കുര്യാക്കോസിന് വളരെ സന്തോഷമായി. അപ്പോൾ ചിക്കു കുര്യാക്കോസ് പറഞ്ഞു, നമ്മളിൽ പ്രവർത്തിക്കുന്ന വിശ്വാസവും ക്രിസ്തുവിൻ്റെ വിശ്വാസവും തമ്മിൽ, ക്രിസ്തു നമ്മളിൽ ഏൽപ്പിച്ച വിശ്വാസവും തമ്മിൽ അന്തരമുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആത്മപരിശോധന ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തു എപ്പോഴും, പരിശുദ്ധ കുർബാനയിൽ ഈശോ എപ്പോഴും നമ്മളോട് കാരുണ്യത്തിൻ്റെ വചനങ്ങളാണ് പറയുക. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഉത്തേജിപ്പിക്കുക ചെയ്യുക. അതുകൊണ്ട് നമ്മളെപ്പോഴും സൗഹൃദത്തിന് വേണ്ടി തിരയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളും വളരണം, അവരും വളരണം. ഈശോ നമ്മളെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീരുക. നമുക്ക് വേണ്ടി അവനെ തന്നെ ഇല്ലാതാക്കി തിരുവോസ്തിയിൽ ആയിരിക്കുക. അവൻ നമുക്ക് വേണ്ടി ഇല്ലാതായി തീർന്നത് കൊണ്ട് മാത്രം. അവൻ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിച്ചു എന്നതിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുർബാന. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്തൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളെപ്പോഴും പോസിറ്റീവായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിതനായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈശോ നമ്മളോട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയും, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു, എന്തെന്നാൽ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മൾ ഒരു പരസ്പരം പങ്കുവെക്കുന്ന, പരസ്പരം ഒന്നാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് സൗഹൃദം. അവിടെ മതിലുകളില്ലാത്ത സ്ഥലമാണ് സൗഹൃദം. ഈശോ ഒരിക്കലും നിന്റെയും എൻ്റെയും ഇടയ്ക്ക് ഒരു മതിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ കുർബാനയിലെ ഈശോ ഒരിക്കലും നിന്റെയും എൻ്റെയും ഇടയിൽ ഒരു മതിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈശോ എപ്പോഴും നിന്റെ അടുക്കലേക്ക്, നിന്റെ സാമീപ്യം, നിന്റെ സാന്നിധ്യം അത് ഈശോ ആഗ്രഹിക്കുക. നീ ഈശോയുടെ അടുത്ത് വേണം, ഈശോ നിന്റെ അടുത്ത് വേണം. ഇതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന രഹസ്യം അത് സഭയിലുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ഓടുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറരുത്. കൂട്ടത്തിൽ ഓടുന്ന വ്യക്തി, ഒരുപാട് പേര് പള്ളിയിൽ പോകുന്നു, ഞാനും പള്ളിയിൽ പോകുന്നു. ഒരുപാട് പേര് പള്ളിപ്പെരുന്നാളിന് പോകുന്നു, ഞാനും പള്ളിപ്പെരുന്നാളിന് പോകുന്നു. പക്ഷെ ഇവിടെ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് വിശ്വാസം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോ ഈ വലിയ മലവെള്ളത്തില് വലിയ തടിക്കഷ്ണങ്ങൾ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകും. അതുപോലെ ചിലപ്പം വലിയ മലഞ്ചെരുവുകളിൽ ചത്ത് കിടക്കുന്ന ആനയുടെ ജഡവും ഒഴുകിപ്പോകും. പക്ഷെ ഇങ്ങനെ ഈ കുത്തൊഴുക്കിൽ എല്ലാം ഒഴുകിപ്പോകുമ്പോൾ ചില ഈ മലവെള്ളത്തിൽ പോലും ചില പരൽ മീനുകളുണ്ട്. ഈ പരൽ മീനുകൾ എപ്പോഴും ഒഴുക്കിനെതിരെ തുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടത്തിൽ ഓടുന്ന ഒരു വിശ്വാസിയായിട്ട് മാറാതെ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന, പരിശുദ്ധ കുർബാനയിൽ ഉള്ള വിശ്വാസം ആഴത്തിൽ ജ്വലിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുക. ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ ജനക്കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, കൈയെത്തിച്ച് തൊട്ടത് രക്തസ്രാവക്കാരിയാണ്. ജനക്കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, വഴിയിലൂടെ ഒരുപാട് പേര് കടന്നുപോയി, പക്ഷേ സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയത് സക്കേവൂസാണ്. പ്രിയപ്പെട്ടവരെ, ജനക്കൂട്ടത്തിൽ ഒരുവളും ആകാനായിട്ടുള്ള വിളിയാണ് നമ്മുടെ വിളി. അത് വിശ്വാസത്തിന്റെ വിളിയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയുടെ വിശ്വാസിയാകാനായിട്ടുള്ള വിളിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിന് വേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? അതിന് നമ്മൾ പഠിക്കേണ്ട രണ്ട് വ്യക്തികളിലും നമ്മൾ പഠിക്കണം. ഒന്ന്, വിശ്വാസത്തെ ശരിക്കും ഉജ്ജ്വലിപ്പിച്ച വിജാതിയരുടെ അപ്പസ്തോലനായ പൗലോസ്ലീഹായിൽ നിന്ന് നമ്മൾ പഠിക്കണം. പൗലോസ്ലീഹ എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞ മനുഷ്യനാ അല്ല. പൗലോസ്ലീഹ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് യഹൂദരുടെ സകല നിയമങ്ങളും പഠിച്ച് പാണ്ഡിത്യമുള്ള ഈ പൗലോസ്ലീഹായ്ക്ക് ക്രിസ്തുവാകുന്ന രഹസ്യത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയും, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ഞാൻ സർവ്വതും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്.
ഞാൻ സർവ്വതും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിന് എൻ്റേതാക്കി മാറ്റുന്നിടത്താ ഞാനും കർത്താവുമായിട്ട് സൗഹൃദം ആരംഭിക്കുക. പരിശുദ്ധ കുർബാനയെ എൻ്റേതാക്കി മാറ്റുന്നിടത്താ ഞാനും കർത്താവുമായിട്ട് സൗഹൃദം ആരംഭിക്കുക എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. രണ്ടാമത്തേത്, നമ്മുടെയൊക്കെ തലതൊട്ടപ്പൻ തോമാസ് ലീഗായ. ഈ തോമാസ് ലീഗായുടെ പ്രത്യേകത എന്താ? തോമാസ് ലീഗ നിർബന്ധം പിടിച്ചു, കർത്താവിനെ കാണണം, വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ആ തോമാസ് ലീഗായുടെ കുഞ്ഞു ദുശാഠ്യത്തിന്റെ മുൻപിൽ കർത്താവ് കീഴടങ്ങുക. അപ്പൊ കർത്താവ് തോമാസ് ലീഗായുടെ മുൻപിലേക്ക് വന്നിട്ട് തോമാസ് ലീഗായെ തൻ്റെ വിരുമാറും കൈകളൊക്കെ കാണിച്ചിട്ട് തോമാസ് ലീഗായെ തൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ തോമാസ് ലീഗ ആ അത്ഭുതത്തിന്റെ മുൻപിൽ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈശോ എൻ്റേതാണോ? പരിശുദ്ധ കുർബാന എൻ്റേതാണ് എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടോ? എൻ്റേതാണെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സമയമുണ്ടാവും. എൻ്റേതാണെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് പരിശുദ്ധ കുർബാന ആരാധിക്കാൻ സമയമുണ്ടാവും. എൻ്റേതാണെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ടുള്ള കൃപ നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. സങ്കീർത്തനം 91:14 അതിങ്ങനെയാ: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ശരിക്കും ഈ സ്നേഹത്തിലുള്ള ഒട്ടലാണ് വിശ്വാസം. സ്നേഹത്തിൽ ദൈവവുമായിട്ട് നമുക്ക് ഒട്ടിച്ചേരാനായിട്ട് പറ്റുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 15-ാം വാക്യത്തിൽ മുന്തിരിച്ചെടി ശാഖയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും. അപ്പൊ സ്നേഹത്തിന്റെ ഒരു ഒട്ടിച്ചേരലാണ് ശരിക്കും നമ്മുടെ ഫലദായകത്വത്തിന്റെ അടിസ്ഥാന ഘടകം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരിശുദ്ധ കുർബാനയാകുന്ന തായ്തണ്ടിനോട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒട്ടിച്ചു നിർത്തിയാൽ, നമ്മൾ സമയം കിട്ടുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കെടുത്താൽ, നമ്മുടെ ഇടവക ദേവാലയം തുറന്നു കിടക്കുമ്പോൾ ഇടവക ദേവാലയത്തിൽ പോയി ഇരുന്ന് അല്പസമയം ഞാനും കർത്താവും മാത്രമായിരിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി ആ ഒരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതം ഫലദായകമായിട്ട് മാറും. സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് സമയം പങ്കുവെക്കുന്നത് ഒരു ലാഭമായിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നത് ഒരു ലാഭമായിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കേൾക്കുന്നത് ഒരു 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 സമ്മാനമായിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് ഒരു വലിയൊരു ഒട്ടിച്ചേരൽ അതുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വിജയിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ സ്നേഹത്തിലെല്ലാം മുറിവുകളും മായ്ക്കപ്പെടും. നമ്മൾ ഈ മാനുഷിക സ്നേഹത്തിൽ നിന്ന് ദൈവിക സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും വിട്ടുപോകാനായിട്ട് പറ്റില്ല, ഒരിക്കലും വിട്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് ശരിക്കും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക എന്നൊരൊറ്റ മാർഗമുള്ളൂ. ഞാൻ ഈ താമരശ്ശേരി രൂപതയിൽ പൊയിലോഞ്ചാല് എന്ന് പറയുന്ന ഇടവകയില എൻ്റെ സ്പിരിച്വൽ ഫാദർ. അപ്പൊ ഞാനവിടെ ഇടയ്ക്ക് സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി പോകും. അപ്പൊ എന്നെ അന്തിപ്പിച്ചിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനവിടെ ചെല്ലുമ്പോൾ ഈ പള്ളിക്കും പള്ളിമുറിക്കും കാവൽ നിൽക്കുന്നൊരു പട്ടിയുണ്ട്. നമ്മൾ കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതാണ്, പക്ഷെ അച്ഛൻ്റെ കയ്യാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പട്ടിക്കൊരു മുറുമുറുപ്പാണ്. അതുപോലെ പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ പട്ടിക്കൊരു മുറുമുറുപ്പാണ്. അത് അച്ഛനെ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ നമ്മൾ അൽസേഷൻ പട്ടിയും മറ്റ് പലതരത്തിലുള്ള ഡോഗർമാനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കരുതുന്ന ഒരു പട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഒരു നാടൻ പട്ടി. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഇതെങ്ങനെയാ ഇത്രയും അച്ഛനുമായിട്ടൊരു സ്നേഹം, അച്ഛനെ എങ്ങനെ ഇത്രയും പരിപാലിക്കുന്നത്? മനുഷ്യര് പോലും അതുപോലെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം ഈ പട്ടി ഇവിടുന്ന് നാട്ടിൽ നിന്ന് എന്തോ ഒരു മുറിവേറ്റിട്ട് ആരോ എന്തോ ചെയ്തിട്ട് ഈ പട്ടിക്ക് മുറിവേറ്റു. പട്ടിയുടെ തലയിൽ ഒരു വെട്ടുകൊണ്ട പാടുണ്ടായിരുന്നു. അങ്ങനെ പട്ടി ഓടി പള്ളിയുടെ അങ്ങോട്ട് വന്നു. അപ്പോൾ 1-2 ദിവസം അതവിടെ കിടന്നു. 2 ദിവസമായി കഴിഞ്ഞപ്പോൾ ഇതിന് മുറിവിന് ഭയങ്കര സ്മെല്ലായി. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ഈ പട്ടിയെ എടുത്തിട്ട് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് ഇതിൻ്റെ മുറിവ് ഒന്ന് വെച്ച് കെട്ടി. ഇപ്പോൾ പട്ടിയുടെ തലയിൽ ഒരു പാടുണ്ട്. മുറിവ് വെച്ച് കിട്ടി. പിന്നെ ഇത് കരിഞ്ഞതിന് ശേഷം പിന്നെ ഈ പള്ളിമുറിയുടെ പരിസരത്തുനിന്ന് ഈ അച്ഛൻ്റെ പരിസരത്തുനിന്ന് ഈ പട്ടി മാറൂല.
പ്രിയപ്പെട്ടവരെ, എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ മുറിവുകളെ ദൈവം വെച്ച് കെട്ടിയിട്ടുണ്ട്. എത്രയോ മലകളെ കർത്താവ് നമുക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. എത്രയോ വാതിലുകൾ, തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കോട്ടകളെ, ഇരുമ്പ് ചെങ്ങല കൊണ്ട് ബന്ധിച്ച വാതിലുകളെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. എത്രയോ പിച്ചള വാതിലുകളെ നമുക്ക് വേണ്ടി ഭേദിച്ചിട്ടുണ്ട്. എത്രയോ ഓടാമ്പലുകളെ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അപ്പൊ കർത്താവ് എന്നെ രക്ഷിച്ചു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ആ സ്നേഹബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആ സ്നേഹബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് എത്തുക പരിശുദ്ധ കുർബാനയിലൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ഒരേ ഒരു കാര്യം മാത്രം. നമ്മുടെ ജീവിതത്തെ കർത്താവ് ഒരുപാട് മേഖലകളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. ഒരുപാട് ഇരുമ്പ് സാക്ഷ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യൻ ചെയ്തതല്ല, ദൈവം ചെയ്തതാണ് എന്ന് ഏറ്റുപറഞ്ഞിട്ട് നീ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് കടന്നു നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ മാത്രം സ്നേഹിക്കാൻ, നിന്നെ മാത്രം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറ്റാൻ, നിന്നെ മാത്രം സ്നേഹിക്കാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും തുടർന്നു വരുന്ന ആരാധനയിലൂടെ അഭിഷേകം ചെയ്യട്ടെ. അതിനുള്ള കൃപ ഈശോ നമുക്ക് തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. വചനം നമ്മളോട് പറയുക, ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണ് എന്ന് അറിയുക. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ സമയം നീ എവിടെയാണ് എങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് നീ ആയിരിക്കേണ്ട സ്ഥലത്താണ് ആയിരിക്കുക. ഇതിൽ പരം നിനക്ക് സുരക്ഷിതത്വം നൽകാൻ പറ്റിയൊരു സ്ഥലമില്ല. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ നമുക്ക് കൊടുക്കാം. ഈശോ, ഞാൻ അങ്ങേക്ക് പരിപൂർണമായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ മുഴുവനായി, എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഈശോ, എന്നെയും എൻ്റെ ജീവിത നിയോഗങ്ങളെയും ഈ പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന നിന്റെ സാന്നിധ്യം വഴി നീ നവീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നമുക്കൊന്നു ചേർന്ന്
ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മളേറ്റവും ആരാധനയ്ക്ക് യോഗ്യനായവന്, സ്തുതികൾക്ക് യോഗ്യനായവന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് അധരവും ഹൃദയവും ഒന്നു ചേർന്നുകൊണ്ട് വിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കും. വിളിക്കാം. യേശുവേ, ഈശോയിലേക്ക് നോക്കി രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ, ഈശോയിലേക്ക് നോക്കി രക്ഷകാ, നമ്മുടെ രക്ഷയുടെ അനുഭവത്തെ ഓർത്ത് കർത്താവേ, കർത്താവേ, നാഥനേ. ഏറ്റുപാടാം. യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ. ഈശോയുടെ സന്നിധിയിൽ ഈശോയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമുക്കായിരിക്കാം. വചനം നമ്മളോട് പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ ഇന്നത്തെ വചന വിചിന്തനത്തിലൂടെ നമ്മളോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ നിനക്ക് ആരാണ്? ഞാൻ നിനക്ക് ആരാ? വാഴ്ത്തപ്പെട്ട കാർലോ അക്വിത്തിസിനോട് ചേർന്ന് നമ്മൾ കേട്ടു, ഈശോയാണ് എൻ്റെ പ്രിയ കൂട്ടുകാരൻ, ദിവ്യകാരുണ്യം എൻ്റെ ശക്തി കേന്ദ്രവും. നമുക്ക് ശക്തി തരാൻ, നമ്മളെ സ്നേഹിക്കാൻ പറ്റിയ വ്യക്തി ഈശോയാണ്. ഈശോയോട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയെ, ഞങ്ങൾ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവരിലൊക്കെ സ്നേഹമുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും സ്നേഹമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ കണ്ടുമുട്ടിയ ബന്ധങ്ങളിലെ തകർച്ചകൾ നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സ്നേഹമാണ് എന്ന് വിചാരിച്ച് ഞാൻ ചെന്നു, പക്ഷേ സ്നേഹമായിരുന്നില്ല. കർത്താവേ, ഈ സ്നേഹം പരിപൂർണമായിട്ട് അനുഭവിക്കാൻ, നീയാകുന്ന യഥാർത്ഥ സ്നേഹമെന്ന തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ പഠിപ്പിക്കാൻ നീ സമയം ഈ ബലിവേദിയിലായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞു, ഞാൻ സ്നേഹമാണ്, കാരണം ദൈവം സ്നേഹമാണ്. യോഹന്നാൻ പറയും, യോഹന്നാനെ പോലെ ഈശോയോട് ചേർന്നിരുന്ന്, ഈശോയുടെ ചങ്കോട് നമ്മുടെ കാതുകൾ ചേർത്ത് വെച്ച് ഈശോയുടെ ഹൃദയത്തിൻ്റെ താളമിടിപ്പ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത് സ്നേഹമാണ്, അത് സ്പന്ദിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രണയിക്കാൻ, പ്രേമിക്കാൻ, സ്നേഹിക്കാൻ, ആവോളം സ്നേഹം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ ഇല്ല. അത് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റു പറയാം, എൻ പ്രേമഗീതമാ നീയാണ് എൻ്റെ എല്ലാം, നീ അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക്. ഏറ്റു പറഞ്ഞ് ഈശോയിലേക്ക് നോക്കി ആ സ്നേഹത്തോടു കൂടി ചങ്കും ചങ്കും തമ്മിൽ ചേരണം, ചങ്കും ചങ്കും തമ്മിൽ ചേരണം, അധരവും ഹൃദയവും തമ്മിൽ ചേരണം. എന്നിട്ട് ഈശോയിലേക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് ഏറ്റു പറയാം, ഈശോയെ, നീയാണ് എൻ്റെ പ്രാണനാഥൻ, നിന്നെ ഞാൻ പ്രണയിക്കുന്നു, ഐ ലവ് യു ജീസസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്ക് ഈശോയിലേക്ക് നോക്കി, നമുക്ക് ഈശോയാണ് എൻ്റെ പ്രിയ കൂട്ടുകാരൻ, ഈശോ എന്നോടൊപ്പം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്ന വിശ്വാസത്തോടു കൂടി നമുക്കൊരിക്കൽ കൂടി ഇവിടെ പാടിത്തരുന്ന ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്ന്, ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു എന്ന് വരും കർത്താവിലേക്ക് നോക്കുമ്പോൾ, പക്ഷേ എങ്കിലും ഈശോയിലേക്ക് നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. ഈശോയെ, എൻ പ്രേമഗീതമാ ഐ ലവ് യു ജീസസ്. എന്നേശുനാഥാ നീ. സത്യമായും നീ ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എന്റെ ജീവനൊക്കെ അപ്പുറത്താ ഈശോയെ നീ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, മനുഷ്യനെ ആശ്രയിക്കാൻ അവൻ എന്താണ്? അവനൊരു ശ്വാസം മാത്രമല്ലേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 148-ന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം പ്രാപിക്കുന്നതാണ്. മനുഷ്യനെ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ട മകനെ, മകളെ. മനുഷ്യനെ ആശ്രയിച്ചവരൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം മനുഷ്യൻ പരാജയപ്പെടും, അതാണ് കാര്യം. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നീ. കാരണം 2000 വർഷങ്ങൾ ഞങ്ങളുടെ തലമുറകൾ വിശ്വസിച്ച് ഞങ്ങൾക്ക് കൈമാറിയ സത്യസമ്മാനം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ജീവിക്കുന്ന ദൈവം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ഈറ്റില്ലമായ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഈശോയെ, തുല്യം ചെല്ലാൻ ആരുമില്ല, നിനക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല. ആ വിശ്വാസത്തോടു കൂടി കരങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ ഈശോയിലേക്ക് പതിപ്പിച്ച് നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. തുല്യം ചെല്ലാൻ ആരുമില്ല, ആരും നിനക്ക് പകരം വെക്കാൻ, നിനക്ക് പകരം വെക്കാൻ നീ മാത്രം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ചേർന്ന് പാടാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. യോഹന്നാനെ നമുക്ക് ഓർക്കാം. യോഹന്നാൻ ഈശോയുടെ ചങ്കിലേക്ക് ചാരിക്കിടന്നതുപോലെ നമുക്ക് ചാരിക്കിടക്കാം. അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഈശോയുമായിട്ടുള്ള ബന്ധത്തിന്റെ തലം സ്നേഹം മാത്രമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 91-ന്റെ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുക, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവനെ ഞാൻ രക്ഷിക്കും, എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സ്നേഹത്തിൽ ദൈവവുമായിട്ട് ബന്ധിക്കുന്ന ഇടമാണ് പ്രിയപ്പെട്ടവരെ സൗഹൃദം. സ്നേഹത്തിൻ്റെ ബന്ധമാണ് സൗഹൃദം. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ആ സ്നേഹത്തിൻ്റെ തലത്തെ നമുക്ക് കൊടുക്കാം. ഈശോയെ,
എനിക്ക് പല സ്ഥലങ്ങളിൽ ഞാൻ പക്ഷെ എനിക്കൊരു സ്നേഹം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിന്നിലേക്ക് ഞാൻ വരുക. എനിക്ക് വേണ്ടത് ഒറ്റ കാര്യം മാത്രം, എനിക്ക് നിന്നെ സ്നേഹിച്ചാൽ മതി, നീ എന്നെ സ്നേഹിച്ചാൽ മതി. അതെനിക്ക് ഉറപ്പാണ്. കാരണം നീ എന്നെ ശക്തിപ്പെടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. സാംസനെ ശക്തിപ്പെടുത്തിയതുപോലെ, അബ്രാഹത്തെ, ജോഷുവയെ, പ്രവാചകന്മാരെ മുഴുവൻ ശക്തിപ്പെടുത്തിയതുപോലെ ഇന്ന് നീ എന്നെ ശക്തിപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പാണ്. ആ വലിയ വിശ്വാസത്തോടു കൂടിയാ ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുക. ആ വലിയ വിശ്വാസത്തോടു കൂടിയാ ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുക. കർത്താവായ ഈശോയെ, ഞാൻ ഏറ്റുപറയുക, ഞാൻ വിശ്വാസത്തോടു കൂടി ഏറ്റുപറഞ്ഞ് നിന്റെ മുൻപിൽ നിൽക്കുക. കർത്താവേ, എനിക്ക് സ്നേഹം മാത്രം മതി, എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി, വേറെ ഒരു ആവശ്യവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിലെല്ലാം ഉണ്ട്. സ്നേഹത്തിൽ നൽകലുണ്ട്, കൊടുക്കലുണ്ട്, വാങ്ങലുണ്ട്, കണക്ക് സൂക്ഷിക്കാത്ത ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്കൊന്ന് ഈശോയെ നോക്കി പറയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഐ റിയലി ലവ് യു. എനിക്ക് നീയുമായിട്ടുള്ള സൗഹൃദം വേണം, നീയുമായിട്ടുള്ളൊരു ബന്ധം വേണം. ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാകട്ടെ ഈശോയെ ഇന്നത്തെ ഈ ശുശ്രൂഷ. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ഒരു പുതിയൊരു ബന്ധം ഉടലെടുക്കാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വലിയ വിശ്വാസത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റു പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണ്, നീ എൻ്റെയാണ്. അതായത് പൗലോസും തോമാസ്ലീഹായൊക്കെ ജീവിതത്തെ മാറ്റം വരുത്തിയത്, ജീവിതത്തിൽ ആ ക്രിസ്തുവിൻ്റെ ആ സൗഹൃദത്തിൻ്റെ തീജ്വാല ഉള്ളിൽ പതിപ്പിച്ചത് ഈ വിശ്വാസ സത്യം ക്രിസ്തു എൻ്റേതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ്. ക്രിസ്തു എൻ്റേതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ്. നമുക്ക് എൻ്റേതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം പരിശുദ്ധ കുർബാന. വേറൊരു വ്യക്തിയോടും നീ എൻ്റേതാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോയോട് പറയാം, യു ആർ മൈൻ, നീ എൻ്റേതാ, നീ എൻ്റേതാ. എനിക്ക് നിന്നെ വേണം, നിന്നെ വേണം. എനിക്ക് നിന്റെ ശക്തി വേണം, നിന്റെ കൃപ വേണം. ഐ ലവ് യു ജീസസ്. സ്നേഹം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണ്, നീയാണ് എല്ലാം. ആ വിശ്വാസ പ്രഖ്യാപനം, തോമാസ്ലീഹ ചെയ്ത ആ വിശ്വാസ പ്രഖ്യാപനം നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്ന്, നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്ന്, നീ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നമുക്ക് തുടർന്ന് വരുന്ന ഗാനങ്ങളുടെ ഈരടിയിൽ നമുക്ക് അല്പം മാറ്റം വരുത്തി പാടാം. അതായത് യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. ഈ വിശ്വാസം അതെൻ്റേതാ, വിശ്വാസം അതെൻ്റേതാ. അപ്പൊ വിശ്വാസത്തിന്റെ തലത്തെ എന്റേതാക്കി മാറ്റിക്കൊണ്ട് നമുക്കൊരിക്കൽ കൂടി ആ ഗാനത്തിന്റെ ഈരടിയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. നീ കർത്താവാണെന്നു, നീ ദൈവമാണെന്നു ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്ക് ഈശോയ്ക്ക് വാക്ക് കൊടുക്കാം. യു വിൽ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീയാണ് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, നിനക്കെന്നെ സംതൃപ്തിയിലേക്ക് നയിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഏറ്റുപറയുന്നു, കർത്താവേ, എനിക്ക് നിന്റെ കൃപ മതി. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാനും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞതുപോലെ, പൗലോസ്ലീഹായോട് പറഞ്ഞതുപോലെ, കർത്താവേ, ഈ സമയം നീ എന്നോടും പറയണമേ, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. ഈശോയ്ക്ക് നമുക്ക് വാക്ക് കൊടുക്കാം. ഈശോയെ, യു വിൽ ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്.
മാതാപിതാക്കള് മക്കളെ ഈശോയിലേക്ക് വളർത്തണം. ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കള് മക്കളോടും പറഞ്ഞു കൊടുക്കണം, കർത്താവേ, എൻ്റെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നീ മാറണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളോട് പറയണം, ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. പരിശുദ്ധ കുർബാനാണ് നിന്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സുഹൃത്ത്. അവന് നിന്നെ പിരിയാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് തീരുമാനം എടുക്കാം. നമ്മുടെ നിയോഗങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയെ സ്നേഹിക്കും. ഈശോയാണ് എൻ്റെ സ്നേഹിതൻ. പരിശുദ്ധ കുർബാനയാണ് എൻ്റെ സ്നേഹിതൻ. പരിശുദ്ധ കുർബാനയാണ് എൻ്റെ ചങ്കും ചക്രവാളവും. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ കുർബാനയിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്ക് തീരുമാനമെടുക്കാം. ഏതാനും നിമിഷങ്ങൾ നമുക്ക് നിശബ്ദമായി കർത്താവിൻ്റെ സന്നിധിയിൽ, നിശബ്ദതയുടെ ആഴങ്ങളിലാണ് കർത്താവ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിറങ്ങുക. അതുകൊണ്ട് നമുക്ക് നിശബ്ദതയിൽ ഏറ്റവും വലിയ അത്ഭുതം നടക്കുക. പൂ വിരിയുന്നത് നിശബ്ദതയിലല്ലേ? അങ്ങനെ എല്ലാ നിശബ്ദതയിലാണ് വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ നടക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മകനെ, മകളെ, നിശബ്ദമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈശോയിലേക്ക് മാത്രം നോക്കി ഈശോയോട് നമുക്ക് പറയാം, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഒഴിവാക്കേണ്ടതിനൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാം. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള തീരുമാനം നമുക്ക് എടുത്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ അല്പസമയം നിശബ്ദമായി നമുക്ക് നിന്നുകൊണ്ട് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കൂട്ടായി മാറിയിടുവാൻ നീ മതി എന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കൂട്ടായി മാറിയിടുവാൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ
ദിവ്യവരങ്ങൾ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളുടെ നല്ല സുഹൃത്തും ഞങ്ങളെ ആരാധിക്കാനായിട്ടുള്ള കൃപ ഞങ്ങളിൽ നിറച്ചവനും ഞങ്ങൾക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള പ്രചോദനം നൽകിയവനുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.